നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ. കുടുംബസ്നേഹത്തിന്റെ പേരിൽ ഇ.പി. ജയരാജൻ വീണ്ടും വേട്ടയാടപ്പെടുന്നു. നാട്ടിലെ കുടുംബക്ഷേത്രത്തിന് വനം വകുപ്പിന്റെ ചന്ദനമരം ഏർപ്പാടാക്കാൻ ശ്രമിച്ചു. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഇതായിരുന്നു എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന് എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവും. ഈ അച്ചുമാമയ്ക്ക് മനസ്സിലാവും. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സമാധാനമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണോ ഉള്ളത്? അതൊന്നും എനിക്കറിയില്ല. ബന്ധുസ്നേഹത്തിന്റെ കാര്യത്തിൽ ഗണേഷ് കുമാറിന് ഭിന്ന അഭിപ്രായം. ഒരു ബന്ധു മാണിസാറിന്റെ ബന്ധു മരുമകൻ 10 കൊല്ലം മുമ്പ് IAS വേണ്ടെന്ന് രാജിവെച്ചു പോയത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നവരെന്നും കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതാ അതിന്റെ രീതി. പട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സർ. ബഹുമാനപ്പെട്ട നായയുടെ കടി കൊണ്ടാൽ ബഹുമാനപ്പെട്ട നായയുടെ അതിനുശേഷം അതിനു മുമ്പ് 3 മാസവും 4 മാസവും 5 മാസവും പ്രായമായ നായയല്ല കടിക്കുന്നത്. KT ജലീലിന് 4 ഭാര്യമാരെന്ന് ഡോക്ടർ MK മുനീർ. 4 വകുപ്പുകളിൽ ഒരു കഷ്ണം കൊണ്ട് കഴിഞ്ഞ 5 വർഷം ജീവിതം തുലഞ്ഞുപോയ കഥയുമായി മുൻ മന്ത്രി. ഞങ്ങള് ഓരോരുത്തർക്കും ഓരോ ഭാര്യമാരായിരുന്നു. അങ്ങേക്ക് ഈ 4 ഭാര്യമാരെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അല്ല സാർ, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ 3 കഷ്ണമാക്കി കഴിഞ്ഞ സർക്കാർ വെട്ടിമുറിച്ചു. എനിക്കെല്ലാമായി തൃപ്തിയായി. സംസ്ഥാനത്തിന്റെ 2 ഭീഷണികളെ കുറിച്ച് സെബാസ്റ്റ്യൻ പോൾ. വക്കീലന്മാരും നായകളും ഒരുപോലെ അക്രമാസക്തർ. വണ്ടി കിടക്കുന്നു. അപ്പൊ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ ആയിരുന്നു വക്കീലെത്തിയല്ലോ. ഗിരിയണ്ണ ചെറിയൊരു കേസെങ്കിലും. നിനക്കിന് ഞാനായിട്ടൊരു കേസ് തന്നില്ലെന്ന് വേണ്ട. എല്ലായിടത്തും നായ്ക്കൾക്ക് ഒരു പൊതു സമീപനമാണ്. അതേ അവസ്ഥയിലായി അഭിഭാഷകർ. ഇനി അടിക്കല്ലേ. ബോധം വീഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം. ഞാൻ അഭിഭാഷകരെ നായ്ക്കൾ എന്ന് വിളിച്ചു. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാനൊരു വക്കീലാണ്. എന്നെ കയറി പോണെന്നും വിളിക്കണ്ട. നായ്ക്കൾക്ക് വേണമെങ്കിൽ പരാതി പറയാം, ആക്ഷേപം പറയാം. ഞങ്ങളെ വക്കീലന്മാരുമായിട്ട് തുലനം ചെയ്തു. എനിക്ക് വേണ്ട, എനിക്ക് കേസൊന്നും വേണ്ട. കൊലപാതകമേ അല്ലെങ്കിൽ തന്നെ കോടതി കയറുമ്പോൾ കയ്യും കാലും മറച്ചിട്ട് നിൽക്കാൻ വയ്യ. കുടുംബസ്നേഹി എന്ന് പറഞ്ഞാൽ EP ജയരാജനെ പോലെ ആകണം. കുടുംബക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, കുടുംബത്തെ സംരക്ഷിക്കുക തുടങ്ങി കുടുംബം നന്നാക്കിയിട്ട് മതി രാഷ്ട്രീയം എന്നായിരിക്കണം മുദ്രാവാക്യം. EP അത് കൃത്യമായി പാലിച്ചതുകൊണ്ടാണല്ലോ മന്ത്രിസ്ഥാനം പോലും ത്യജിച്ചത്. അല്ലെങ്കിലും കുടുംബത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ വേറെ ആരെ കാണും ചരിത്രത്തിൽ? ഇപ്പോഴിതാ EP-യുടെ കുടുംബസ്നേഹം വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് ആവശ്യമായ തേക്ക് വനം വകുപ്പിൽ നിന്നും അടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ വിശദാംശങ്ങൾ. 50 കോടിയോളം രൂപയുടെ തേക്ക് മരം ആവശ്യപ്പെട്ടുകൊണ്ട് EP സ്വന്തം ലെറ്റർ പാഡിൽ വനം മന്ത്രിക്ക് കത്ത് നൽകിയത്രേ. കുടുംബക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗ്യം. എന്നാൽ വനം മന്ത്രി കത്ത് തള്ളിക്കളഞ്ഞതോടെ EP കുടുംബത്തിലും ഒറ്റപ്പെടുമോ? പാർട്ടിയും നാട്ടുകാരും തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ കുടുംബക്ഷേത്രത്തിന് ചന്ദനമരം കിട്ടാതെ പോയാൽ കുടുംബക്കാർ വെറുതെ ഇരിക്കുമോ? എന്തായാലും ഈ വേദന പാർട്ടിയെങ്കിലും തിരിച്ചറിയുമായിരിക്കും. ഇനി കേസും കൂട്ടവും ഇതിൻ്റെ പേരിലും വരുമോ എന്ന പേടി കൂടിയുണ്ട്. എന്തായാലും വനം മന്ത്രി K. രാജു ഉള്ള കാര്യം അതുപോലെ പറഞ്ഞിട്ടുണ്ട്. EP കത്തയച്ചതും ചന്ദനം കൊടുക്കാൻ കഴിയില്ല എന്നതുമായ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ കത്ത് വന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലെറ്റർപാടിലാണ്. സൗജന്യമായിട്ട് തടി ആരാധനാലയക്കായാലും കൊടുക്കുന്ന സ്ഥിതിയില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മുമ്പൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഒരു പ്രസക്തി ഉണ്ടാകുന്നില്ല. അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് തന്നായിരിക്കാമെന്ന് കരുതുക. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവും. ഈ അച്ചുമാമയ്ക്ക് മനസ്സിലാവും. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സമാധാനമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണോ ഉള്ളത്? അതൊന്നും എനിക്കറിയില്ല. ചീഞ്ഞു പോയതിന് തളിർത്ത് നിൽക്കുന്നത് വെട്ടി വളമിട്ട് കൊടുക്കുക. അതാണ് നീ ഇപ്പൊ ചെയ്യുന്നത്. ഉപദേശിക്കല്ല, യാചിക്കുക. ഓരോന്നായി വേറിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞൂടെ നിനക്ക്? ഇല്ല ഇല്ല, ഞാൻ പറയില്ല. സൗജന്യം കൊടുക്കാൻ ഒക്കില്ല. അതുകൊണ്ട് അതിന് പിന്നെ പറഞ്ഞ നടപടികളൊന്നുമില്ല. സന്തോഷമായ ചോമേ. എന്നെങ്കിലും എൻ്റെ മക്കൾ ചോദിക്കുമ്പോൾ അവരുടെ അച്ഛനെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ എല്ലാം അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ, അത് മതി. ഒരു കുടുംബസ്നേഹിയുടെ വേദന ആര് മനസ്സിലാക്കുന്നു? പിണറായി ആണെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ EP-യെ പിടിച്ച് ബന്ധുസ്നേഹത്തിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്നേ പുറത്താക്കി. എന്നാൽ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കിക്കൂടെ?
അവർ കാണിച്ച കുടുംബസ്നേഹം എത്ര വിശാലമായിരുന്നു. കുടുംബസ്നേഹം സഹിക്കാൻ മേലാതെ വന്നപ്പോൾ KM മാണി പ്രിയപ്പെട്ട സഹോദരീപുത്രനെ പിടിച്ച് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ ഉപദേശകനാക്കി. ലക്ഷങ്ങളല്ലേ അടിച്ചെടുത്തത്? 5 വർഷക്കാലം. അക്കാലത്തെല്ലാം കൂടെ നിന്ന ഗണേശനറിയാം ആ രാപ്പനി. EP ജയരാജന് ഒരു രക്ഷയായിക്കോട്ടെ എന്ന് കരുതി ഗണേശൻ അത് നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. ബന്ധു നിയമനമാണ് പ്രശ്നം. UDF പ്രധാന വർഷം ബന്ധു നിയമനമാണ്. ഒരു ബന്ധു, മാണി സാറിന്റെ ബന്ധു മരുമകൻ 10 കൊല്ലം മുമ്പ് IAS വേണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ച് പോയാൾ. ഓഫീസിൽ പോകാത്തതുകൊണ്ട് അനധികൃതമായി പുറത്താക്കുമെന്ന് കണ്ടപ്പോൾ രാജിവെച്ച് പോയാൾ 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ചീഫ് സെക്രട്ടറി റാങ്ക്. പറഞ്ഞിട്ട് പോയിന്റ് ഫോൺ പറയണം. ഞാൻ പറയണം പോയിന്റ് ഫോട്ടോ. പിന്നെ അത് കഴിഞ്ഞു ഇല്ല അദ്ദേഹം 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ സാർ ഈ രാജ്യത്ത് ചീഫ് സെക്രട്ടറി റാങ്കിൽ അദ്ദേഹത്തെ നിയമിച്ചു. ധനകാര്യമന്ത്രി കണ്ടില്ലേ? ആ ഫയൽ ധനകാര്യമന്ത്രി ഒപ്പിട്ടില്ലേ? ബന്ധു നിയമനം എന്ന് പറയരുത്. 50,000 രൂപ സഭയിലുണ്ട്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യൂ ശ്രീ ഗണേഷ് കുമാർ. ഇത് ആരോപണമല്ല, ഒരു സത്യം പറഞ്ഞതാ. ഇത് ആരും എതിർക്കത്തില്ല. രാജിവെച്ച മാണിസാറിന്റെ മരുമകനെ ഇവിടെ കൊണ്ടുവന്ന തൊഴിൽ മന്ത്രിക്ക് ഉപദേശനാക്കി വെച്ചു. കൊടുത്ത ഉപദേശത്തിന്റെ ഫലം തൊഴിൽ മന്ത്രി മുൻ തൊഴിൽ മന്ത്രി ചൊറിയുത്ത കിട്ടിയിരുന്നു. പൈസ ഉണ്ടോ ഇപ്പം? അല്ലല്ല, അത് തെറ്റല്ലേ? 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ധനകാര്യമന്ത്രി കാണാതെ പോകും. ധനകാര്യമന്ത്രി പറയും കാണാതെ പോവോ? ഫയല് കണ്ടു. അറിഞ്ഞുകൊണ്ട് സ്വന്തം മരുമകനെ അനധികൃതമായി നിയമിച്ച നാടാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നവരെന്നും കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതാ അതിന്റെ രീതി. ബന്ധുസ്നേഹത്തിന്റെ കഥകൾ അങ്ങനെയാണ്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമില്ല. അങ്ങ് കേന്ദ്രത്തിലോട്ട് നോക്കിയാൽ BJPക്കാരുടെ ബന്ധുത്വത്തിന്റെ കഥകളും ആവോളം കാണാൻ കഴിയും. എന്നാൽ ബന്ധുക്കളെപ്പോലെയല്ല പട്ടികൾ. പട്ടി പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്ന തലവേദനയിലാണ് സർക്കാർ. സംസ്ഥാനത്ത് എന്ത് പ്രശ്നം ഉയർന്നു വന്നാലും അതിൻ്റെയൊക്കെ പ്രായം നോക്കി ഉത്തരവാദിത്തം ആരോപിക്കുക എന്നതാണ് പിണറായി സർക്കാരിൻ്റെ ഒരു സ്ഥിരം പരിപാടി. കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിലുണ്ടായ ശിശുമരണങ്ങളെക്കുറിച്ച് ബാലൻ മന്ത്രി പറഞ്ഞ അഭിപ്രായം പോലെ ഗർഭം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായതായതുകൊണ്ട് അതിന് ഉത്തരവാദികൾ ഈ സർക്കാരല്ല എന്ന വാദം. നാടുനീളെ കടിക്കാനിറങ്ങി പുറപ്പെട്ടിരിക്കുന്ന തെരുവ് പട്ടികളുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രതിഭ ഹരി പറയുന്നത് കടിക്കുന്ന പട്ടികളുടെ എല്ലാം പ്രായം 4 മാസത്തിന് മുകളിലാണെന്നും അതുകൊണ്ട് ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ് എന്നുമാണ്. മുൻ പഞ്ചായത്ത് മന്ത്രി MK മുനീറിനെ നോട്ടമിട്ടുകൊണ്ടാണ് പ്രതിഭയുടെ ആരോപണങ്ങളെല്ലാം. പട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സർ. ബഹുമാനപ്പെട്ട നായയുടെ കടി കൊണ്ടാൽ ബഹുമാനപ്പെട്ട നായയുടെ അതിനുശേഷം ബഹുമാനപ്പെട്ട നായയുടെ കടി കൊണ്ടാൽ നായ കടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഈ നായ സൃഷ്ടിച്ചത് നിങ്ങളാണ്. 10 വർഷമാണ് ഒരു നായ ജീവിച്ചിരിക്കുന്നത്. നിങ്ങളല്ലേ സൃഷ്ടിച്ചത്? നിങ്ങൾ ഇവിടെ വലിച്ചെറിഞ്ഞ മാലിന്യം ഭക്ഷിച്ചുകൊണ്ടാണ് ഈ നായ ഇന്ന് വലുതായിരിക്കുന്നത്. 3 മാസവും 4 മാസവും 5 മാസവും പ്രായമായ നായ അല്ല കടിക്കുന്നത്. ആളേക്കാൾ വലിയ നായയാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞില്ല. ആരുടെ മണ്ഡലം എന്ന് പറയാം. ആളേക്കാൾ വലിയ നായയാണ്. ഒറ്റയ്ക്ക് പോയാൽ ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ വിൻസെന്റ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സ്ത്രീയെ, ഒരു പാവപ്പെട്ട അമ്മയെ നായ കടിച്ചു കൊന്നു. നിങ്ങൾ പറയുമോ 5 മാസം പ്രായമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയവൈകല്യം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ നായ സൃഷ്ടിച്ചത് നിങ്ങളാണ്. എനിക്കെല്ലാമായി തൃപ്തിയായി. മുൻ പഞ്ചായത്ത് മന്ത്രി അതിനും മാത്രം ക്രൂരനായിരുന്നോ? ഡോക്ടർ MK മുനീർ പക്ഷേ KT ജലീലിനെ പോലെ ഭാഗ്യവാനായിരുന്നില്ല. ഇന്നത്തെ മന്ത്രി ജലീൽ തദ്ദേശ വകുപ്പ് ഒന്നാകെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ UDF കാലത്ത് അത് 3ഉം 4ഉം ഒക്കെയായി വിഭജിച്ചിരുന്നു. നഗരം, പഞ്ചായത്ത്, ബ്ലോക്ക് തുടങ്ങി എന്തൊക്കെ വകുപ്പുകൾ. കുഞ്ഞാലിക്കുട്ടിയും മഞ്ഞളാംകുഴിയാലിയും KC ജോസഫും ഒക്കെ മാറി മാറി ഭരിച്ചു. ഒരു ചെറിയ കഷ്ണം മുനീറിനും കിട്ടി. എന്നാൽ എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് മുനീറിൻ്റെ നിലപാട്. ഒന്നിലധികം ഭാര്യമാരെ എങ്ങനെ KT ജലീൽ കൊണ്ടു നടക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഭാര്യമാരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം എൻ്റെ കൂടെ യൂത്ത് ലീഗിൽ ഞങ്ങൾ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ആയിട്ട് ഇരുന്നതാണ്. 5 വർഷം പ്രസിഡൻറ്റ്, ഇനി 5 വർഷം ജനറൽ സെക്രട്ടറി. പക്ഷേ അങ്ങേക്ക് ഈ 4 ഭാര്യമാരെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്കറിയില്ല. തുടക്കത്തിൽ നല്ല സന്തോഷമൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറയുന്നത് ഈ വകുപ്പിനെ കുറിച്ചാണ്. ഇനി അതിൻ്റെ മുകളിൽ തലയിൽ കയറണ്ട.
അതല്ലേ ഞാൻ പറഞ്ഞത്, വകുപ്പാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഈ 4 എണ്ണത്തിനെ കൊണ്ടു നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്ന്. എന്തായാലും ആ ഭാര്യയെക്കുറിച്ച് ഡോക്ടർ KT ജലീലിന് ഒരാശങ്കയുമില്ല. മാത്രമല്ല, മുനീറിന് ഉമ്മൻചാണ്ടി മുറിച്ച് കഷ്ണമാക്കി കൊടുത്ത ആ കഷ്ണത്തെ ഓർത്ത് സങ്കടം മാത്രമേ ഉള്ളൂ. ഇവിടെ മുനീർ സാഹിബ് പറഞ്ഞ ഒരു കാര്യം, സുന്ദരിയായ 4 ബഹുഭാര്യത്വം, 4 സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ്. അല്ല സാർ, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ 3 കഷ്ണമാക്കി കഴിഞ്ഞ സർക്കാർ വെട്ടിമുറിച്ചു. LDF സർക്കാർ ഒരു ശസ്ത്രക്രിയയിലൂടെ ആ വിച്ഛേദിക്കപ്പെട്ട അംഗങ്ങൾ മുഴുവൻ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയാക്കിയാണ് ഇതിനെ തന്നിരിക്കുന്നത് എന്ന് ബഹുമാന്യനായ മുനീർ സാഹിബ് ഓർക്കണം. സാർ, അങ്ങയുടെ വന്യനായ പിതാവ് CH മുഹമ്മദ് കോയ സാഹിബ് ഉൾപ്പെടുന്ന ലീഗ് നേതൃത്വം അഹമ്മദ് ഗുരിക്കളെ ഏൽപ്പിച്ച അതേ സൗന്ദര്യത്തോടു കൂടിയാണ് എന്നെയും സഖാവ് പിണറായി വിജയൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഔക്കാദർ കുട്ടി നഹാ സാഹിബിനെ അന്നത്തെ ലീഗ് നേതൃത്വം ഏൽപ്പിച്ച അതേ രൂപത്തിലാണ് ഈ സുന്ദരിക്കുട്ടിയെ എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത് LDF സഖാവ് പിണറായി വിജയൻ. അപ്പോൾ അക്കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വൈഷമ്യവും വേണ്ട എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങയെ ഉണർത്തുകയാണ് സ്നേഹബുദ്ധിയ. അങ്ങ് പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി 5 വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ പൂർണ്ണ ഭാര്യയെ ജലീലിന് കൊടുത്തതിൽ ഏറ്റവും സന്തുഷ്ടൻ KB ഗണേഷ് കുമാറിനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ സുഹൃത്തായ ശ്രീ മുനീറിൻ്റെ ചിറകരിയാൻ ഈ വകുപ്പിനെ 16 തുണ്ടം മുറിച്ചു. വിരൽ വേറെ, കാല് വേറെ, കണ്ണ് വേറെ, മൂക്ക് വേറെ, ചുണ്ട് വേറെ, ഇതെല്ലാം വെട്ടിമാറ്റിയതെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് സോ മെനി കുക്സ് സ്പോയിൽ ചെയ്ത ആ ഡിഷ് ഇന്ന് ഒരു കുക്കിനെ ഏൽപ്പിച്ചിരിക്കണം. അദ്ദേഹം നന്നായി അത് ചെയ്യും. അന്ന് നമ്മൾ ഒന്നിച്ചായിരുന്നു. ഉള്ള കാര്യം എപ്പോഴും പറയണമല്ലോ. അന്നും ഇത് പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം ഇത് തന്നെയാണ്. അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുനീറിനോട് ചോദിച്ചാൽ അങ്ങേക്കും അറിയാം. മുറിച്ച് അങ്ങേക്ക് ഒരു പീസ് കിട്ടി. അതിൽ ഒരു പീസ് അവിടെയും കിട്ടി. അതിൽ എനിക്ക് അന്ന് പ്രതിഷേധമുണ്ട്, ഇന്നും ഉണ്ട്. കാരണം അത് അങ്ങനെ കൈകാര്യം ചെയ്യണം. മുനീറിനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനകത്ത് എനിക്കും അല്ല ജനങ്ങൾക്കും അറിയാം. CHന്റെ മകനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല. മുനീറിനെ ഒതുക്കാൻ ആളുകൾ ഇറങ്ങുമ്പോൾ ഇനിയും ഗണേശൻ ശബ്ദമുയർത്തുമെന്ന പ്രതീക്ഷയോടെ ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് വക്കീലന്മാർക്കുള്ളത്. വക്കീലെത്തിയല്ലോ. ഗിരിയണ്ണ, ചെറിയൊരു കേസെങ്കിലും നിനക്കിന് ഞാനായിട്ടൊരു കേസ് തന്നില്ലെന്ന് വേണ്ട. എല്ലായിടത്തും നായ്ക്കൾക്ക് ഒരു പൊതു സമീപനമാണ്. അതേ അവസ്ഥയിലായി അഭിഭാഷകർ. ഞാനൊരു വക്കീലാണ്. എന്നെ കയറി പോണെന്നും വിളിക്കണ്ട. വേണ്ടി വന്നാൽ തന്നെ കോടതി കയറ്റി മൂത്രം ഒഴിപ്പിക്കും.